ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഹ്യുണ്ടായുടെ ക്രെറ്റയുമായിട്ടാണ്. 11 ലക്ഷം മുതൽ 20 ലക്ഷം വരെ എക്സ്ഷോറൂം വില വരുന്ന ക്രെറ്റയ്ക്ക് 28ഓളം വേരിയൻറ്റുകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ട്രെയിലർ കണ്ടതിന് ശേഷം റിവ്യൂവിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാർസ് 360 എന്ന ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം തന്നെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ട്രെയിലറിലേക്ക് കടക്കാം. कहाँ हो तुम किम? कैसी लगी हमारी एंट्री? Ultimate. चलो, Let's catch them. लो आ गए बिन बुलाए मेहमान. स्विच. तो मेहमान नवाजी तो बनती है. कुर्सी की पेटी बंदी है ना, मौसम बिगड़ने वाला है. और अब क्लाइमैक्स. Mission accomplished. The new Hyundai Creta. Undisputed. Ultimate. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് റിവ്യൂവിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എഞ്ചിനിൽ നിന്ന് ആരംഭിക്കാം. എഞ്ചിനിലേക്ക് വരുമ്പോൾ ക്രെറ്റയ്ക്ക് 3 എഞ്ചിനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1500cc ഡീസൽ എഞ്ചിന് 113 bhp പവറും 250 Nm ടോർക്കുമാണുള്ളത്. രണ്ടാമത്തെ എഞ്ചിന് 1500cc പെട്രോൾ എഞ്ചിനാണ്. അതിന് 113 bhp പവറും 154 Nm ടോർക്കുമാണുള്ളത്. മൂന്നാമത്തെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 1500cc ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇത് വരുന്നത്. 158 bhp പവറും 253 Nm ടോർക്കുമാണ് ഇതിനുള്ളത്. 7 ഗിയേഴ്സിൻ്റെ ഓട്ടോമാറ്റിക് ഗിയറാണ് ഇതിന് വരുന്നത്. മാനുവലിൽ ടർബോ അവൈലബിൾ അല്ല. എൻ്റെ അഭിപ്രായത്തിൽ ടർബോ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ആദ്യം പറഞ്ഞ പെട്രോൾ എഞ്ചിനേക്കാളും പെർഫോമൻസ് ഈ 2 എഞ്ചിനും കാഴ്ചവെക്കും. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പഴയ ക്രെറ്റയിൽ നിന്ന് നോക്കുമ്പോൾ അടിമുടി മാറ്റങ്ങളുമായിട്ടാണ് പുതിയ ക്രെറ്റ വന്നിരിക്കുന്നത്. വലിയ ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള DRലാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നത്. താഴെ വലിയ സ്കഫ് പ്ലേറ്റും അതിന് മുകളിലായി നല്ല സ്റ്റൈലായിട്ടുള്ള ഗ്രില്ലുമാണ് നൽകിയിട്ടുള്ളത്. രണ്ടറ്റങ്ങളിലായി വലിയ LED ഹെഡ്ലൈറ്റുമാണ് ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ 17 ഇഞ്ചിൻ്റെ വലിയ ഡയമണ്ട് കട്ടുള്ള അലോയ് വീൽസ് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് വീൽസ് ഡിസ്ക് ബ്രേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള വണ്ടിയെ പിടിച്ചു നിർത്താൻ ഇതൊക്കെ ആവശ്യമാണ്. പിന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും അഡ്ജസ്റ്റബിൾ ഓവർവ്യൂമാണ് ഉള്ളത്. മിററിന് താഴെയായിട്ട് 360 ഡിഗ്രി ക്യാമറയും ക്രമീകരിച്ചിട്ടുണ്ടെന്നത് കാണാം. ക്രെറ്റ ഒരു വലിയ SUV ആയതുകൊണ്ട് തന്നെ ഇതിന് സൈഡിലും സ്കഫ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. റിയറിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ DRലുമായി സാമ്യമുള്ള LED ടെയിൽ ലൈറ്റ് ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതിന് നടുവിലായി ഹ്യുണ്ടായുടെ ലോഗോയും ക്രമീകരിച്ചിട്ടുണ്ട്. താഴെ വലിയ സ്കഫ് പ്ലേറ്റും അതിന് മുകളിലായി ക്രെറ്റയുടെ ബാഡ്ജിങ്ങും വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങും കാണാം. സ്കഫ് പ്ലേറ്റിന് താഴെ അത്രയും വിസിബിൾ അല്ലാത്ത രീതിയിലാണ് സൈലൻസർ നൽകിയിട്ടുള്ളത്. പിന്നെ എല്ലാ വണ്ടികൾക്കും അവൈലബിൾ ആയിട്ടുള്ള റിയർ ഡീഫോഗറും വൈപ്പറും ക്രെറ്റയ്ക്കും അവൈലബിൾ ആണ്. റൂഫിലേക്ക് വരുമ്പോൾ പാനറോമിക് സൺറൂഫും റൂഫ് റെയിൽസും ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനുമാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രെറ്റയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ ലക്ഷറി ഫീൽ തരുന്ന പ്രീമിയം ഇൻറ്റീരിയർ തന്നെയാണ് ക്രെറ്റയ്ക്ക് വന്നിട്ടുള്ളത്.
വളരെ ലൈറ്റ് ബ്ലാക്ക് നിറത്തിലാണ് ഇൻറ്റീരിയറൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. i20ക്കും മറ്റു വാഹനങ്ങളിലും കണ്ടുവന്നിട്ടുള്ള അതേ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് തന്നെയാണ് ക്രെറ്റയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിന് പിന്നിലായി വലിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും അതിന് തുടർച്ചയായിട്ടാണ് 10.25 ഇഞ്ച് വലിപ്പത്തിലുള്ള ടച്ച് സ്ക്രീനും വന്നിട്ടുള്ളത്. അതിന് താഴെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള AC വെൻ്റ് നൽകിയിട്ടുണ്ട്. വയർലെസ് ചാർജർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, കൂൾഡ് ഗ്ലോ ബോക്സ് എന്നിങ്ങനെയുള്ള എല്ലാതരം പ്രീമിയം ഫീച്ചേഴ്സും ക്രെറ്റയ്ക്ക് അവൈലബിൾ ആണ് എന്നത് വലിയൊരു കാര്യം തന്നെ. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ഈ സീറ്റ് തന്നെയാണ്. വളരെ ക്വാളിറ്റിയുള്ള മികച്ച സീറ്റുകളാണ് ക്രെറ്റയ്ക്ക് നൽകിയിട്ടുള്ളത്. 3 പേർക്കടക്കം സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. അതിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഒരു ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറും റിയർ AC വെൻ്റുമാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ്. 60-40 സ്പ്ലിറ്റ് സീറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. ക്രെറ്റയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ മികച്ചൊരു വണ്ടി തന്നെയാണ് ഈ ക്രെറ്റ എന്ന് പറയുന്ന വാഹനം. 20 ലക്ഷത്തിന് താഴെ ഏറ്റവും നല്ല വണ്ടി ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ലിസ്റ്റിലുള്ളൊരു വണ്ടി തന്നെയാണ് ക്രെറ്റ. കാരണം ഇത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് ക്രെറ്റ. പിന്നെ വളരെ ബിൽഡ് ക്വാളിറ്റിയുള്ള എക്സ്റ്റീരിയറും തന്നെയാണ് ക്രെറ്റയുടെ ഹൈലൈറ്റായി വരുന്നത്. സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 6 എയർ ബാഗുകളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച സേഫ്റ്റി തന്നെയാണ് ക്രെറ്റ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ക്രെറ്റയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.